സോഷ്യൽ മീഡിയ ഉപയോഗം അധികരിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാറ്റസുകളും സ്റ്റോറികളും അതുപോലെ തന്നെ അതിന്റെ ഷെയറുകളും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സൂക്ഷിക്കണം. ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് തൗഫീഖ് സഖാഫി മസ്ദറുൽ ഖൈറാത്ത് എന്ന വളാഞ്ചേരി കരിപ്പോളുള്ള ഒരു സ്ഥാപനം, 100-ലേറെ മുതഅല്ലിമീങ്ങൾ നല്ല അച്ചടക്കത്തോടുകൂടി പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. എനിക്കിഷ്ടപ്പെട്ട ദർസുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദർസ് കൂടിയാണ്. അള്ളാഹു അവിടുത്തെ ഉസ്താദുമാർക്കും മക്കൾക്കും സ്നേഹികൾക്കും വലിയ ബർക്കത്ത് നൽകട്ടെ. അവിടുത്തെ ഒരു കുട്ടിയുടെ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വൈറലായി ആളുകളിലേക്ക് ഇങ്ങനെ എത്തിയപ്പോ എന്നോട് ഒരാൾ ആ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്. ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ഹാഫിള് മസ്ഊദ് സഖാഫി മർഹൂം, അള്ളാഹു നീ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. പെട്ടെന്ന് നമ്മോട് യാത്ര പറഞ്ഞ ഉസ്താദാണ്. ആ ഉസ്താദിന്റെ ഫോട്ടോ ഇത് ഉപ്പയാണ്, ഈ കുട്ടിയുടെ ഫോട്ടോ ഇത് മകനാണ്. എന്നോട് ചോദിച്ചു, ഇത് ഉപ്പയും മകനും തന്നെയാണോ? ഞാൻ പറഞ്ഞു അല്ല, മസ്ഊദ് സഖാഫിന്റെ മകനല്ല, അത് ഏതോ ഒരാൾ തോന്നിയത് പോസ്റ്റ് ചെയ്തു പോയി. അതെല്ലാവരും എടുത്ത് ഷെയർ ചെയ്യുക. പാവപ്പെട്ട ആളുകൾ ആ കളവ് വിശ്വസിക്കുകയാണ്. ആ എഴുതി വിടുന്ന ആൾക്ക് എന്ത് അധികാരമുണ്ട് ആ കുട്ടിയുടെ പിതാവ് ഇതാണെന്ന് പറയാൻ? പല രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങളും നടക്കുമ്പോ നമ്മളതിന്റെ ഇടയിൽ പെട്ടുപോകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു ആ മുതഅല്ലിമിന് വലിയ കാവലും വലിയ ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സത്യം എന്ന് ബോധ്യപ്പെട്ടതല്ലാത്തതൊന്നും സ്റ്റാറ്റസ് വെക്കരുത്, ഷെയർ ചെയ്യരുത്. കാരണം നാം ചെയ്യലോടുകൂടി മറ്റൊരാൾക്ക് കളവ് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രചാരകരായി നമ്മൾ മാറുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തിന്മകൾ സ്റ്റാറ്റസ് വെക്കരുത്. അത് എത്ര ആള് കാണുന്നോ അതിന്റെ ഒക്കെ കുറ്റം നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ല ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ നല്ല ശ്രദ്ധയുള്ളവരായി മാറണം.